നമസ്കാരം. രാജാവും തന്ത്രിയും എത്ര തറവേല കാണിച്ചാലും തലസ്ഥാനം അതിന്റെ നഷ്ടപ്രതാപം തിരിച്ചു പിടിച്ചിരിക്കും. സെലിംഗമിൽ ആരംഭിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നമ്മുടെ പോർട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നു. വളരെ രഹസ്യമായിട്ടാണ് അത് നടന്നത്. മിലാത്രി എന്ന് പറയുന്ന കപ്പൽ 2-ാം തീയതിയാണ് ഇവിടെ വന്നത്. 5-ാം തീയതി ഇന്നലെയാണ് തിരിച്ചുപോയത്. ഇതിനിടയ്ക്ക് ഒരു വലിയ എൻജിൻ പണി പോർട്ടിനകത്ത് വെച്ച് തന്നെ നടന്നു. ലൈനർ പ്രോബ്ലമായിരുന്നു. കപ്പലിന്റെ ലൈനറിന് പ്രോബ്ലമായിരുന്നു. പിസ്റ്റൺ അഴിച്ചെടുത്ത് പണിയേണ്ടതായിരുന്നു. ലൈനറിന് ഡ്രില്ലിംഗ് നടത്തേണ്ടതായിരുന്നു. തുടങ്ങിയ ഒരു മേജർ ഓപ്പറേഷൻ നടത്തി നമ്മുടെ പോർട്ട് അതിഗംഭീരമായ ഒരു സേവനം MSCയുടെ കപ്പലിന് നൽകി. ലൈനർ സിലിണ്ടർ പിസ്റ്റൺ അഴിച്ചെടുത്താൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്റെ സംശയം ഇതായിരുന്നു, എന്തുകൊണ്ട് 4 ദിവസമായിട്ട് ബർത്തിൽ നിൽക്കുന്ന കപ്പലിനെ ഹാർബറിനകത്ത് തന്നെ, ബേസിനകത്ത് തന്നെ കുറച്ചു മാറ്റി ബ്രേക്ക് വാട്ടർ സൈഡിൽ നിർത്തി ഈ പണി ചെയ്തിരുന്നെങ്കിൽ ആ CB1 എന്ന് പറയുന്ന ബർത്ത് വേറെ മറ്റ് കപ്പലുകൾക്ക് അടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോ ഇതിന്റെ എഞ്ചിനീയർ, ഈ ടീമിലെ എഞ്ചിനീയർ എന്നോട് പറഞ്ഞത്, അങ്ങനെ പിസ്റ്റണും സിലിണ്ടറും ഒക്കെ ഇളക്കിയെടുത്ത് പണി ചെയ്യുന്ന സമയത്ത് കപ്പലിന് എന്തെങ്കിലും ഒരു മൂവ്മെന്റിന് ഒരു ഇളക്കം ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അതിന്റെ മൂറിംഗ് റോപ്പിൽ നിർത്തി തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രൈ ഡോക്കിൽ കയറ്റി ചെയ്യണം. ബർത്തിലോ ഡ്രൈ ഡോക്കിലോ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇന്നലെ അതിഗംഭീരമായി TRV പൂർത്തിയാക്കി മിലാത്രിയെ യാത്രയാക്കി. അങ്ങനെ ഒരു ഷിപ്പ്യാർഡ് എന്നുള്ള ആശയത്തിന്റെ തുടക്കം ഇന്നലെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രസന്റേഷൻ എടുക്കുമ്പോഴും ബർത്തിലുള്ള MSC കഗ്ലിയാരി ആദ്യമായിട്ടാണ് വരുന്നത്. MSC കഗ്ലിയാരി കാനഡയിലെ ഹാലിഫാക്സിൽ നിന്നാണ് വന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് തൂത്തുക്കുടി പോയിരുന്നു. തൂത്തുക്കുടി പോയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോ ഈ കഗ്ലിയാരി വെസലിനെ വരുമ്പോൾ തന്നെ, സൗത്ത് ആഫ്രിക്ക ചുറ്റി വരുമ്പോൾ തന്നെ സെയിലിംഗ് കമന്ററി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 27-28 തീയതികളിൽ നമ്മുടെ മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ടല്ലോ, മൗറീഷ്യസിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. തിരുവനന്തപുരത്തിന്റെ അത്രയില്ല. ഏകദേശം എത്രയാണ്? 2192 സ്ക്വയർ കിലോമീറ്റർ ആണ് തിരുവനന്തപുരം. മൗറീഷ്യസ് 2040. അപ്പൊ ഇത്രയും വൈകുന്നത് എന്താണ്? അവിടെ ഇത്രയും താമസിക്കേണ്ട കാര്യം, ആങ്കറേജിലാണ് നിൽക്കുന്നത്, ബർത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അന്വേഷിക്കുമ്പോൾ ബങ്കറിംഗ് നടക്കുകയാണ്. MSCയുടെ അല്ല, സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഒരു ഓയിൽ ടാങ്കർ വെസൽ സമീപത്തുണ്ട്. 7 മീറ്റർ സമീപത്തുണ്ട്. ഏകദേശം 27/6/2025 രാവിലെ 8:29 മുതൽ 28/6/25 ഉച്ച കഴിഞ്ഞ് 15:36 വരെ, ഏകദേശം 30 മണിക്കൂർ. അപ്പോ സർവീസ്, ബങ്കറിംഗ് മാത്രമല്ല, മറ്റെന്തോ സർവീസും കൂടി അവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 30 മണിക്കൂറിന്റെ ആവശ്യം വരുന്നില്ല. സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഈ കപ്പൽ ഓയിൽ ടാങ്കർ സമീപത്തുണ്ടായിരുന്നു. അപ്പോൾ പറയാൻ കാരണം, തിരുവനന്തപുരത്തിനേക്കാൾ ചെറിയ ഒരു പ്രദേശം, സ്ക്വയർ കിലോമീറ്റർ വെച്ചിട്ട്, പോപ്പുലേഷൻ വെച്ചിട്ട് 3-1, തിരുവനന്തപുരത്തിന്റെ പോപ്പുലേഷന്റെ 3-1, 10 ലക്ഷമേ ഉള്ളൂ. ഇങ്ങനെ ഒരു രാജ്യം. അപ്പോ സെയിലിംഗ് കമന്ററി പരിശോധിച്ചപ്പോൾ ഒരു തുള്ളി പെട്രോൾ പോലും സ്വന്തമായിട്ട് അവിടെ ഇല്ല. എങ്ങനെയാണ് അവരിതൊക്കെ ചെയ്യുന്നത്? ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ക്രൂഡല്ല, ഫിനിഷ്ഡ് ഓയിൽ പ്രോഡക്ട്സ് തന്നെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ കൂടി പോകുന്ന കപ്പലുകളെ ക്ഷണിച്ചു വരുത്തി ഇത്തരം സേവനങ്ങൾ നൽകുമ്പോൾ എന്താണ് നമ്മളെ ഇതൊക്കെ ചെയ്യാൻ
തടസ്സം നിർത്തുന്നത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് കേരള സർക്കാർ, കാരണം ഇത് കേരള സർക്കാരിന്റെ പ്രൊജക്റ്റാണ്, അദാനി നടത്തിപ്പുകാരനാണ്, ദീർഘനാൾ അവർ നടത്തും. അദാനി ചെയ്യുന്നില്ലെങ്കിൽ ഒന്നുകിൽ അദാനി ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി ആരംഭിക്കണം, ബാർജിൽ ഓയിൽ സപ്ലൈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തണം, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായ ആളുകൾക്ക് അവസരം നൽകണം. എന്തായാലും ഈ MSc കഗ്ലിയാനി ഒരു കുഞ്ഞു പ്രദേശമായ മൗറീഷ്യസിൽ നടത്തിയ ഈ പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ തുറമുഖത്ത് നടത്തണം. ഔട്ടർ ആങ്കറേജിലോ പോർട്ടിനകത്തോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ഈ നാടിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കാരണം ഒരു പക്ഷേ ഇവിടെ നിന്ന് തന്നെയായിരിക്കാം ഈ പെട്രോളിയം പ്രോഡക്ട്സ് മൗറീഷ്യസിലോട്ട് പോയത്, ഗുജറാത്തിൽ നിന്നായിരിക്കാം പോയത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സൗകര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ ഇവിടെ ഓയിലും മറ്റ് അനുബന്ധ ഫ്യൂവലും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വരുന്ന കപ്പലുകൾ, നമ്മുടെ തുറമുഖത്ത് വരുന്ന കപ്പലുകൾക്കെങ്കിലും ബങ്കറിംഗ് നടത്തുവാനുള്ള സാഹചര്യം അടിയന്തരമായി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണം എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. നമുക്ക് കുറച്ച് തെക്ക് നോക്കി പ്രേക്ഷകരുണ്ട്. സ്വന്തം നാട്ടിൽ എന്ത് നടക്കുന്നു, അവിടെ വല്ലതും നടത്താൻ പറ്റുമോ, അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന ചെളി അവിടെ തന്നെ ഒരു കപ്പലിൽ വീണ്ടും ഹാർബറിനകത്ത് തന്നെ പമ്പ് ചെയ്ത് വിടുന്ന ഒരു ചിത്രം എനിക്ക് കഴിഞ്ഞ ദിവസം സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ അയച്ചു തന്നു. അതൊക്കെ നോക്കി അത്തരം തെറ്റുകൾ തിരുത്തി ആ പ്രദേശം എങ്ങനെ നന്നാക്കാൻ പറ്റും എന്നുള്ള ചിന്തയില്ലാത്ത കുറെ, പ്രത്യേകിച്ച് ഒരു വനിതാ മെമ്പറുണ്ട് നമുക്ക്, പ്രീമ ഗ്രേസ്. വനിതാ മെമ്പറിന്റെ ആകുലത എന്താണെന്ന് അറിയാമോ? ഫീഡർ ഷിപ്പ് കൊണ്ട് ട്രാൻസ്ഷിപ്മെന്റ് നടത്തിയിട്ട് ആവശ്യമായ കണ്ടെയ്നർ കിട്ടാൻ ദിവസങ്ങൾ വേണ്ട അവസ്ഥ ആയല്ലോ. ഞങ്ങൾ ജൂലൈ 10 കണക്ക് നിരത്തി തരാം. അവിടുന്ന് വനിതാ മെമ്പർ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കണം. ഇനി 4 ദിവസം കൂടി ഉള്ളൂ. ഒരു വർഷം, ആദ്യത്തെ വർഷം TRV നടത്തിയ പ്രകടനം എന്താണെന്ന്, ആദ്യത്തെ വർഷം കുളവാക്കിയവർക്ക് ഞങ്ങൾ കണക്ക് നിരത്തി തരാം. ദയവേത് ക്ഷമയോടെ കാത്തിരിക്കുക. ഇവിടെ ഫീഡർ വെസലല്ല, MSc എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാസ്ക് പോലുള്ള കമ്പനി, അല്ലെങ്കിൽ അതുപോലുള്ള വമ്പൻ കമ്പനികൾക്ക് ഇവിടെ ബർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോൾ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യും. അവരെ കൊണ്ട് ചെയ്യിക്കാൻ പിന്തുണ നൽകുന്ന ഒരു വലിയ സമൂഹം തലസ്ഥാനത്തുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രീമ മെമ്പർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ അവരെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവരുടെ ഈ കൺസേണിന്, ഫീഡർ വെസലുകളെ വെച്ച് കളിക്കുന്ന ഈ ഏർപ്പാടിന് അക്ഷയ് ഒരു ഗവേഷണം നടത്തി മറുപടി കൊടുക്കുന്നുണ്ട്. MScയുടെ ഹിമാലയ എക്സ്പ്രസ് 12 മുതൽ, ജൂലൈ 12 മുതൽ ആദ്യത്തെ കപ്പൽ MSc ജംബോറി 9 13 വെസലാണ് ആ ഇനത്തിൽ MSc അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഹിമാലയ എക്സ്പ്രസ് സർവീസിൽ 13 കപ്പലുകൾ. അടുത്തത് ഓഗസ്റ്റ് 14 മുതൽ ടൈഗർ സർവീസില് MSc ജെയ്ഡ് ആണ് ആദ്യത്തെ കപ്പൽ. ജെയ്ഡ് സർവീസ് നടത്തിയെങ്കിൽ MSc ജെയ്ഡ് ആണ് ആദ്യത്തെ കപ്പൽ. നവംബർ വരെ ഏകദേശം 10 വെസലുകൾ. ഇതെല്ലാം വമ്പൻ വെസലുകളാണ്. കാരണം MSc തുർക്കിയെ, MSc ടെസ അടക്കമുള്ള കപ്പലുകൾ ഇതിനകത്തുണ്ട്. മൂന്നാമത്തത് ആഫ്രിക്ക എക്സ്പ്രസ് ഓഗസ്റ്റ് 10 മുതലുള്ള അവരുടെ കണക്ക്, അവരുടെ ഷെഡ്യൂൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. MSc മിഖേലോ മേസ്ത്രോയാണ് ആദ്യം വരുന്ന കപ്പൽ. MSc തുർക്കിയെ, MSc ടെസ അതിനകത്താണ്. 11 കപ്പലുകളാണ്. 11 വമ്പൻ, ഫീഡർ അല്ല, വമ്പൻ കപ്പലുകളാണ് ആ ഇനത്തിൽ. അങ്ങനെ 3 സർവീസിലൂടെ ഏകദേശം 14, 10, 24, 11, 35 പുതിയ കപ്പലുകളാണ് TRVക്ക് വേണ്ടി MSc റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നീക്കി വെച്ചിരിക്കുന്നതെന്ന് വനിതാ മെമ്പർ ഈ പട്ടിക ഒന്ന് കണ്ണട ഉയർത്തി വെച്ച് ഒന്ന് വായിച്ച് പഠിച്ചു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഫീഡർ വെസലുകൾ മാത്രം വരുന്ന കപ്പൽ പോർട്ടിന്റെ കണക്ക് ജൂലൈ 11 കൃത്യമായും ഒരു വർഷം എന്ത് ചെയ്തു എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട മെമ്പറെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. ഇനി വന്നുപോയ കപ്പലുകളും കൂടി നമുക്ക് നോക്കി ഇന്നത്തെ സെയിലിംഗ് കമന്ററി അവസാനിപ്പിക്കാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.